കച്ചവടം ഒന്ന് ശരിയായാല് കിട്ടുന്ന ലാഭം അപ്പപ്പോ കൊടുത്ത് ചന്ദ്രയുടെ കടം തീർക്കാം. പണം കൊണ്ടുള്ള കടം. പക്ഷെ കടപ്പാട് എങ്ങനെയാ തീർക്കുന്നത്? ഇനി താമസിപ്പിക്കാതെ വർമ്മ സാറിനെ കണ്ടുള്ള വാസ്തവം തുറന്നു പറയണം. അതിനു മുമ്പ് നമുക്കൊരു വലിയ കാര്യം ചെയ്യാനില്ലേ? നമുക്ക് ചന്ദ്രയെ നടത്തിക്കണ്ടേ? വേണം. എന്റെ കൂടെ നിൽക്കൂ. തളർന്നു പോയി എന്ന തോന്നൽ ആദ്യം ചന്ദ്രയുടെ മനസ്സിൽ നിന്ന് മായ്ക്കണം. പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്തെല്ലാം കൊണ്ടുപോകണം. കാണാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. ആദ്യം തോന്നിയത് ഒന്നങ്ങ് വീക്കാനാ. അത് കഴിഞ്ഞപ്പോ അതിശയായിരുന്നു. പിന്നെ കള്ളക്കഥകൾ പറഞ്ഞ് കൂത്തുകളിക്കുന്നത് കണ്ടപ്പോ സർക്കസിലെ ബഫൂണിനോടുള്ളത് പോലൊരു രസം. പിന്നെ എപ്പോഴാ ഇഷ്ടായി മാറിയത്? അന്ന് അപ്പോ പോയപ്പോ തിരിച്ചു വരും വരെ ആശുപത്രി ചുവരിലെ ബ്ലോക്ക് നോക്കിക്കിടന്നു. ആ സൂചികൾ ഇനിയും വേഗത്തിൽ ചുറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോഴാ എനിക്ക് മനസ്സിലായത് അപ്പൂനെ എനിക്കിഷ്ടാണെന്ന്. അപ്പൂ എന്തു പറ്റി പെണ്ണിന്? ഒരു കാര്യം സത്യം പറയട്ടെ. എന്താ? പപ്പ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ശേല. ആ കണ്ണും മൂക്കും പൊടിക്കൊമ്പ മീശയും എല്ലാം കൂടെ ഒരു അരിസ്റ്റോക്രാറ്റിക് ലുക്ക് ഉണ്ട്. മതി വർണ്ണിച്ചത് മതി. എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്താ അത്? പറഞ്ഞോ. ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ കാര്യം പറഞ്ഞാ കളിയാക്കരുത്. അപ്പൊ എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണല്ലോ. ആ എന്തായാലും പറഞ്ഞു. പിന്നെ എനിക്ക് നിനക്ക് പപ്പ വേണോ ഇത് അച്ഛനോട് പറയാൻ? നീ കാര്യം പറടാ കുട്ടാ. എനിക്ക് ഒരാളെ ഇഷ്ടാ. എന്നെ ആയിരിക്കും. അല്ല. എന്താ? എന്നെ എനിക്ക് ഇഷ്ടല്ലേ? ഇത് ആ ഇഷ്ടമല്ല, ഇത് വേറൊരു ഇഷ്ടാ. നിന്റെ ഇഷ്ടത്തിന്റെ ടൈപ്പൊക്കെ എനിക്ക് മനസ്സിലായി. കിടന്ന് തത്വവും വിത്വവും പറയാതെ നീ കാര്യം പറ. ഏത് വീരശൂര പരാക്രമിയാ എന്റെ കുട്ടന്റെ മനസ്സിൽ ചാടിക്കയറിയത്? പറയട്ടെ. നിനക്കിഷ്ടപ്പെട്ടവൻ ഏത് മരക്കോന്തനായാലും ശരി, പപ്പായ്ക്ക് സമ്മതം. റെഡി? ആരാ പറ. ഇതെങ്ങനെയാ പറയാന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അപ്പൂനിഷ്ടാണോ നിന്നെ? ചന്ദ്രയ്ക്ക് സുഖായിട്ട് പപ്പയുടെ മനസ്സൊന്ന് തണുത്തിട്ട് വേണം പറയാനെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ചന്ദ്രയ്ക്കറിയോ നിങ്ങൾ തമ്മിൽ ഇഷ്ടാണെന്ന്? ആർക്കും അറിയില്ല. ആദ്യം എല്ലാ കാര്യവും ഞാൻ പപ്പയോടല്ലേ പറയാ. പപ്പയല്ലേ ഇന്ന് വരെ എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നിരുന്നത്. ഇനി വേണം ചന്ദ്രയോട് പറയാൻ. എന്നിട്ട് പപ്പയും ചന്ദ്രയും കൂടെ വേണം ഇരവിക്കുട്ടി പിള്ളയുടെ ചെവിയില് ഈ മന്ത്രമോതാൻ. ചന്ദ്രയോട് ഞാൻ പറയട്ടെ? ഇപ്പൊ വേണ്ട. സാധാരണ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലല്ലോ ഇത്. ഇക്കാര്യം ആദ്യം പറയേണ്ടത് നിന്റെ അച്ഛനോടല്ലേ. ഞാൻ ഇരവി ഒന്ന് കാണട്ടെ. അവന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് അറിയണമല്ലോ. എന്നിട്ട് മതി വേറെ ആരോടെങ്കിലും പറയുന്നത്.
വേണ്ടി വഴിമാറി കൊടുക്കാൻ മറ്റൊരു മകളോട് പറയുക. അങ്ങനെ താനിതിന് കരുതാവൂ. എന്നോട് ഇങ്ങനെ പറയണം? ക്രൂരമായ ഒന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇഷ്ടപ്പെട്ട പുരുഷനെ മറ്റൊരാൾക്ക് വേണ്ടി കൈവിടാൻ, മറക്കാൻ പാപമാണ് ഞാൻ ചെയ്യുന്നത്, എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല ഇരവി. ഒരു തളർച്ചയിൽ നിന്ന് കര കയറിയതേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ താങ്ങാനുള്ള ശക്തി എന്റെ മുഖമുണ്ടായെന്ന് വരില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ലേഖയോട് പറയാനുള്ള മനസ്സ്, ധൈര്യം ഒന്നും എനിക്കില്ല. ഉണ്ടെങ്കിലും ഞാൻ അതിനനുവദിക്കില്ല. കോയമ്പത്തൂര് ഗാന്ധിപുരത്ത് തെരുവില് വിശന്ന് തലചുറ്റി വീണ് കിടന്ന എന്നെ താങ്ങിയെടുത്ത് വാങ്ങിത്തന്ന ഇഡലിയുടെയും ചായയുടെയും കടം പോലും ഇനിയും ഞാൻ വീട്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ടല്ല ഇതെന്റെ മോളോട് പറയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. എന്റെ മോളുടെ മുമ്പില് അവളുടെ ഈ പപ്പ വളരെ വലിയൊരു മനുഷ്യനാണ്. ഈശ്വരനൊപ്പമാ അവളുടെ മനസ്സിൽ അവള് പപ്പയെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ അവളുടെ മുമ്പില് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തല താഴ്ത്തുക, ഇതിൽ പരം എന്ത് വേദനയാ എന്റെ കുട്ടിക്ക് ഉണ്ടാവാനുള്ളത്? എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ചന്ദ്രകുഞ്ഞിന്റെ വിവാഹം തീരുമാനിച്ചോളൂ. ഇരവി, തന്നെ ഞാനൊന്ന് തൊഴുതോട്ടെ. എനിക്ക് എന്റേതെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. ഒരു കളിവാക്ക് പോലും പറഞ്ഞ് നിന്നെ ഞാൻ ഇതുവരെ നോവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്കിത് പറഞ്ഞേ തീരൂ. മോളെല്ലാം മറക്കണം. എല്ലാം ഞാൻ അവരോട് കൈ നീട്ടി വാങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നും തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നിനക്കെങ്കിലും അതിന് കഴിയണം. എന്റെ മോള് നന്ദികേട് കാണിക്കില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തു. അത് പാലിക്കണം. എന്തായത്? പറയാൻ കഴിയില്ലെങ്കിലൊന്ന് ഭയന്ന എഴുതാനിരുന്നത്. കുറെ എഴുതി ചുരുട്ടിക്കൂട്ടി കീറിക്കളഞ്ഞു. ഒരിക്കലേറ്റ മുറിവിന്റെ പാടുകൾ മാഞ്ഞതേയുള്ളൂ. വീണ്ടും അത് സംഭവിക്കുമോ എന്ന ആവശ്യമില്ലാത്തൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ എത്രയൊക്കെ നീണ്ടൊരു മുഖവുര. അപ്പോ ആശുപത്രിയിൽ വെച്ച് എന്നോട് ചോദിച്ചില്ലേ എന്താ എനിക്ക് വേണ്ടി ചെയ്യേണ്ടെന്ന്? ഉത്തരം ഞാനിപ്പോ പറയാം. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഒരേ ഒരു വാക്കേ ആ കത്തിലുള്ളൂ. ഇനിയോ തുറന്നു നോക്കണ്ട. എനിക്കിഷ്ടമാണ് അപ്പുനെ. ആ, അപ്പു എപ്പോഴാ വന്നേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം, അല്ലേ ചേട്ടാ? അപ്പു, അളിയനും പെങ്ങളും ഞങ്ങളും എല്ലാം കൂടി കാര്യങ്ങളെല്ലാം നീക്കി തുടങ്ങി. അമ്മാവൻ അപ്പുന്റെ അച്ഛന് കത്തെഴുതിയിട്ടുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ല. ഇനി എന്തിനാ പറയുന്നത്? പെണ്ണിനും ചെക്കനും ഇഷ്ടായ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കുടുംബക്കാരാ. ചന്ദ്രയ്ക്ക് 1000 നാവാ അപ്പുനെ കുറിച്ച് പറയുമ്പോ. ഷീസ് ത്രിൽഡ്. അപ്പുക്കുട്ട തൊപ്പിക്കാരായി എപ്പ കല്യാണം? മകര മാസത്തിൽ പേര് കെട്ടിയ ചപ്പ കല്യാണം. അയ്യേ തന്റെ പേടിക്കണ്ട പപ്പ, ഞാനൊന്നും പറഞ്ഞില്ല. നന്ദികേട്